എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള ലാറ്ററൽ എൻട്രി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ്, അതായത് അന്തിമ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു polit.admission.org എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ ഒരു അന്തിമ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൗൺസിലിങ്ങിനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യണം. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻ്റ് ഒക്കെ വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സിനാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇത് എങ്ങനെയാണ് അപേക്ഷ നൽകുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാവുന്നതാണ്. അപ്പോൾ 2024-25 അധ്യയന വർഷത്തെ ഡിപ്ലോമ 2ാം വർഷത്തിലേക്കുള്ള നേരിട്ടുള്ള ലാറ്ററൽ എൻട്രി പ്രവേശനത്തിനുള്ള അന്തിമ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അതായത് ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞാൽ നേരിട്ട് 2ാം വർഷത്തേക്കാണ് പ്രവേശനം ലഭിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂൺ 16-ാം തീയതി മുതൽ, അതായത് ജൂൺ 19-ാം തീയതി, ഇന്നാണ് 16, അപ്പോൾ ജൂൺ 19-ാം തീയതി വരെ അഡ്മിഷൻ പോർട്ടലിലെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ എന്ന ലിങ്ക് വഴി കൗൺസിലിംഗിന് രജിസ്ട്രേഷൻ ചെയ്യാം. ഈ രജിസ്ട്രേഷൻ ചെയ്തവരെ മാത്രമേ കൗൺസിലിംഗിൽ ഹാജരാകാനായിട്ട് അനുവദിക്കുള്ളൂ. അതുപോലെ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലേക്കുള്ള കൗൺസിലിംഗ് ജില്ലാതലത്തിൽ ജൂൺ 21-ാം തീയതി മുതൽ 24-ാം തീയതി വരെ നോഡൽ പോളിടെക്നിക് കോളേജുകൾ വെച്ച് നടത്തപ്പെടുന്നതാണ്. കൗൺസിലിംഗിൻ്റെ സമയക്രമം വിദ്യാർത്ഥികൾക്ക് 20-ാം തീയതി അഡ്മിഷൻ പോർട്ടലിൽ ലഭ്യമാവുന്നതാണ്. അതായത് 20-ാം തീയതിയാണ് നിങ്ങൾക്ക് എവിടെയാണ് കൗൺസിലിംഗ് എന്നുള്ള സംബന്ധിച്ചുള്ള ആ ഒരു ഡീറ്റെയിൽസുകൾ വെബ്സൈറ്റിൽ വരിക. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യണം. കൗൺസിലിംഗ് രജിസ്ട്രേഷനായിട്ട് ഇവിടെ സൈഡിലായിട്ട് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ എന്നുള്ളൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകാൻ, അതുപോലെ തന്നെ നിങ്ങളുടെ പോളിടെക്നിക് കോളേജ്, അത് നോഡൽ പോളിടെക്നിക് എന്ന് പറഞ്ഞാൽ ജില്ലാതലത്തിലുള്ള പോളിടെക്നിക് കോളേജുകളാണ്. അപ്പോൾ ഒരു ജില്ലയിൽ ഒരു പോളിടെക്നിക് കോളേജ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ 2 ജില്ലയുടെ കൂടി ടോട്ടൽ ഓരോ പോളിടെക്നിക് കോളേജുകളാണ് ഉണ്ടാവുക. ജസ്റ്റ് ഇത് നമുക്ക് നോക്കാം എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് 4, 5, അതായത് 9, 14 പോളിടെക്നിക് നോഡൽ പോളിടെക്നിക് കോളേജ് ഉണ്ട്. അതായത് ഓരോ ജില്ലയിലും ഓരോ പോളിടെക്നിക് കോളേജുകൾ വീതം നോഡൽ പോളിടെക്നിക് കോളേജുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള നോഡൽ പോളിടെക്നിക് കോളേജ് ഏതാണ് എന്നുള്ള കാര്യം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബാക്കി സ്റ്റെപ്പുകൾ കൂടി കംപ്ലീറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്യുക. കാരണം ഈ ഒരു വെബ്സൈറ്റിൽ, അതായത് ആപ്ലിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തോ ഇല്ലാത്തതുകൊണ്ടാണ് ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രം പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതായത് നിങ്ങൾ കൗൺസിലിങ്ങിനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ കൗൺസിലിങ്ങിന് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അത് ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നൽകി നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക്, അതായത് അടുത്ത പേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ സ്ലിപ്പ്, അതായത് അഡ്മിഷൻ അല്ല, ഈ ഒരു കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ ആ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസൊക്കെ നൽകിയ ശേഷം നിങ്ങൾ ആ ഒരു ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു, അതായത് കൗൺസിലിങ്ങിൻ്റെ ആ ഒരു സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾ 20-ാം തീയതി ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയക്രമം എത്രയാണ് എന്നുള്ള കാര്യം, അതായത് ഏത് സമയത്താണ് നിങ്ങൾ ഈ ഒരു അഡ്മിഷനായിട്ട് പോവേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് അതുമായി ബന്ധപ്പെട്ട കറക്റ്റായിട്ടുള്ള വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഈ ഒരു 16-ാം തീയതി മുതൽ 19-ാം തീയതി വരെ ഈ ഒരു കൗൺസിലിംഗ് രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്പോട്ട് അഡ്മിഷൻ എന്ന് കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അതേ രീതി തന്നെയാണ് ഈ ഒരു കൗൺസിലിംഗിനും പറയുന്നത്. അതായത് നിശ്ചിത സമയത്തിനകം നിങ്ങൾ കോളേജിൽ ആ ഒരു അഡ്മിഷനായിട്ട് പോവേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കറക്റ്റ് ടൈമിൽ ഹാജരാവുകയും, അതായത് കുറച്ച് നേരത്തെ പോയിട്ട് അതിൽ ഹാജരാവുകയും അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ പരിശോധിച്ച് അവിടെ സീറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് അഡ്മിഷൻ തരികയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയാണ്, അതായത് നോഡൽ പോളിടെക്നിക് കോളേജ് ആകുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഓപ്ഷൻ വെച്ചിരുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടും. അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ മറ്റോ ആ ഒരു ഫീ പേയ്മെൻറ്റ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ